ഹലോ, ഇന്ന് ഞാൻ നാട്ടിലേക്ക് പോവാട്ടോ. അപ്പോൾ നാട്ടിൽ പോകുന്നതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞാൻ. എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഭയങ്കര ത്രില്ലിലാട്ടോ ഞാൻ നിൽക്കുന്നത്. പക്ഷേ കുറച്ച് സങ്കടമുണ്ട്. ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. എൻ്റെ കൂടെ ഹസ്ബൻഡ് വരുന്നില്ല. പിന്നെ ഇത്രയും എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ ബഹ്റിനിൽ വന്നിട്ട് ഞാൻ 2.5-3 വർഷമൊക്കെ ആവുന്നു. പക്ഷേ എന്നാലും ഇപ്പം ഞാൻ പോകുന്നത് 1.5 വർഷത്തിന് ശേഷമാട്ടോ. അപ്പോൾ ഈ ലഗേജ് കൊണ്ടുപോകുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇയാളാണ് നാട്ടിലേക്ക് പോകുന്നതെന്ന്. പക്ഷേ ഇയാളല്ല നാട്ടിലേക്ക് പോകുന്നത്, ഞാനാണ് നാട്ടിലേക്ക് പോകുന്നത്. അതെൻ്റെ ഹസ്ബൻഡാട്ടോ. ഇക്കു നാട്ടിലേക്ക് വരുന്നില്ല. പുള്ളിയുടെ ജോലി സംബന്ധമായി പുള്ളിക്ക് ലീവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മാത്രമേ നാട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് പുള്ളി. അപ്പോൾ ഞങ്ങൾ നേരെ എയർപോർട്ടിലെത്തി. എൻ്റെ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റാണ്. അപ്പോൾ അരമണിക്കൂർ ലേറ്റാണ്. പക്ഷേ അത് നേരത്തെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. ഇനി ബ്ലോക്കോ വല്ലതും ആയിരിക്കുമോ എന്ന് കരുതിയിട്ടാണ് നേരത്തെ ഇറങ്ങിയത്. 3:45 എനിക്ക് ഫ്ലൈറ്റ്. അങ്ങനെ നേരെ ബോർഡിങ്ങിലേക്ക് പോയി. നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. കുറച്ച് വലിയ തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. പക്ഷേ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കുറച്ച് സങ്കട പ്രകടനങ്ങൾ, അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങൾ രണ്ടാളും താൽക്കാലികമായി ഒന്ന് പിരിയുകയാണല്ലോ. അപ്പോൾ ഞാൻ 2 മാസത്തേക്കാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. ഇനി നീളോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് സങ്കട പ്രകടനങ്ങൾ. പുള്ളി ഒറ്റയ്ക്കാണല്ലോ. അപ്പം പുള്ളിയെ വിട്ട് വരുന്നതിൻ്റെ ഒരു വിഷമവും ഒക്കെ ഉണ്ട്. അതിൻ്റെ കുറച്ച് കരച്ചിൽ പ്രകടനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ എമിഗ്രേഷനിലേക്ക് പോയി. അകത്ത് കയറി അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നേ. അപ്പം നമ്മൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ കുറേ ടൈം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവിടുത്തെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ആ ടൈം കൊണ്ട് ഞാൻ അവിടെ കുറേ പേരെ പരിചയപ്പെട്ട് പിന്നെ അവിടുത്തെ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ അപ്പോഴേക്കും നമ്മുടെ ടൈമായി, നമ്മുടെ ഫ്ലൈറ്റ് വന്നു. അങ്ങനെ ഞാൻ നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. പിന്നെ ഫ്ലൈറ്റിൽ കയറിയതിന് ശേഷം പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് വരെ കാണാൻ നല്ല രസം. നമ്മുടെ കാഴ്ചകളൊക്കെ, താഴെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ നല്ല രസമാണല്ലോ. അതൊക്കെ കണ്ട്. പക്ഷേ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് കാണാനാണ്? ഈ ആകാശമൊക്കെ കണ്ടിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പിന്നെ കിടന്ന് ഒരൊറ്റ ഉറക്കമായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ചൊക്കെ ഉണരും. എന്നാലും കുറേ സമയം കിടന്നുറങ്ങി. പക്ഷേ എനിക്ക് ഭയങ്കര ഹെഡേക്കായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കറക്റ്റ് ടൈമിൽ എനിക്ക് ഫുഡ് കഴിച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കാം എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. പിന്നെ ഈ ഫ്ലൈ ചെയ്യുമ്പോൾ ഉള്ള സൗണ്ട് ഉണ്ടല്ലോ, ആ ഒരു സൗണ്ട്, കാറ്റിൻ്റെ ഈ സൗണ്ട് എല്ലാം കൂടെ ചെവി കയറിയിട്ട് ചെവിയൊക്കെ അടഞ്ഞ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് കയറി. അതിൽ ഭയങ്കര ചെവി വേദനയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല തലവേദനയും. അപ്പോൾ ആ തലവേദനയൊക്കെ കാരണം കുറച്ച് സമയം കിടന്നിട്ടൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും കണ്ടപ്പം എൻ്റെ വീട്ടിൽ നിന്ന് എന്നെ കൂട്ടാൻ വന്നത് എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും എൻ്റെ ഉമ്മയായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു. സന്തോഷ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒറ്റ വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് വീട്ടിലെത്തിയാൽ മതിയെന്നേ ഉള്ളായിരുന്നു. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.